ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ അടുത്തൊരു ഹൗസ് വാമിങ്ങും കൂടെ ഉണ്ട്, ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അതിനും പോകണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി. ആൻറ്റി സ്മൈൽ. വീഡിയോ എടുക്കുന്നുണ്ട്, വെട്ടമുണ്ട് ഇവിടെ എന്നൊക്കെ ആൻറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റി ചട്നിയും ദോശയാട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. എനിക്ക് നല്ലൊരു കട്ടൻ ചായയൊക്കെ ഇട്ട് തന്നു കേട്ടോ ആൻറ്റി. ഇവിടെ വരുമ്പോൾ പിന്നെ ആൻറ്റി ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിപ്പിക്കാൻ ഭയങ്കര ഉഷാറാട്ടോ. കഴിക്കി എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കും. അപ്പം അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഞാനവിടെ കയറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ആൻറ്റീനോട് വർത്താനൊക്കെ പറഞ്ഞ്. ഇതാണ് ആൻറ്റീൻ്റെ ഇളയ പുത്രൻ സുബി. ഇതാണ് മൂത്ത പുത്രൻ സുമേഷേട്ടൻ. അടിപൊളിയാണ് കേട്ടോ. അവിടെ കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും വരുമ്പം അടിപൊളിയാണ്. അപ്പം ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാ വാങ്ങി എണീറ്റാ? സുഖമായിട്ട് ഉറങ്ങിയാ? എണീക്കണം, അല്ല എടുക്കണം. ബാ അങ്ങനെ സായിനൊക്കെ എടുത്ത് പിന്നെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അവൾക്കൊരു കുഞ്ഞ് ബ്രഷൊക്കെ ഉണ്ട്. ബ്രഷ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അവൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നിൽക്കും. പേസ്റ്റൊന്നും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ബ്രഷ് ഇട്ടിട്ട് 2 നേരം അങ്ങനെ തേച്ച് കൊടുക്കും. പോളിങ്ങനെ സുബി അതിൽ പോയപ്പോൾ സുബീനൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഓരോടൊക്കെ വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ സുബി പോവാണ് കേട്ടോ. അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ സുമേഷ് ഏട്ടൻ പൂവിടുന്ന തിരക്കിലാണ് കേട്ടോ. ഇത് സുമേഷ് ഏട്ടൻ്റെ വൈഫ് ധന്യ ചേച്ചി. അപ്പോൾ ധന്യ ചേച്ചി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ സുമേഷ് ഏട്ടൻ പൂവിടുന്നത്. സുമേഷ് ഏട്ടൻ അതൊന്നും അറിയുന്നില്ല, അതൊന്നും അറിയാതെ പോയിട്ടോണ്ടിരിക്കുകയാണ്. സായി ഇതിലിങ്ങനെ ഓടിക്കളിക്കും. ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് അവൾക്ക് ഇതിലേ വേണേലും ഓടിക്കളിക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാനൊക്കെ ഇരുന്നു. ഞാൻ ചായ ആദ്യം കുടിച്ചു കേട്ടോ, എന്നിട്ടാണ് ഇവരൊക്കെ കഴിക്കാൻ വന്നത്. പിന്നെ ഞാൻ സായുവിന് കൊടുക്കാമെന്ന് കരുതി. എപ്പോഴും സായുവിന് ഫുഡ് കൊടുത്തിട്ടാവും ഞാൻ കഴിക്കുക. പക്ഷെ ഇന്ന് സായു ഇങ്ങനെ കളിച്ച് നടക്കുന്നത് കാരണം അവൾക്ക് കൊടുത്താൽ അവൾ കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ അവൾ കളി കഴിഞ്ഞിട്ട് വരട്ടെ, അപ്പോൾ കുറച്ച് മടുക്കുമല്ലോ, അപ്പോൾ കുറച്ച് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ അവൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എല്ലാവരോടും വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് കൊടുത്തപ്പോഴത്തേക്കും മുപ്പത്തി മടുത്തു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി പിന്നെ അവളുടെ പിന്നാലെ നടന്നുള്ള കൊടുക്കലായി. അവൾ സെറ്റിൽ കയറിയിരുന്ന് ജനലിൽ കയറാൻ നോക്കുന്നു, എന്തൊക്കെയൊക്കെയോ കാട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് കരുതി ഞാൻ അവളുടെ പിന്നാലെ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ മേലത്തെ വീട്ടിലെ താത്ത സായുവിനെ കുറച്ച് നേരം വന്നിങ്ങനെ കളിപ്പിച്ചു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ താത്ത അവളെ എടുത്തിട്ട് പോയി കേട്ടോ. നമുക്കിഷ്ടമാണ് അങ്ങനെ പോണത്. ഒരു വന്ന് പരിചയമുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ റെഡി ആയപ്പോൾ എടുക്കുന്നത് ജഗബ് കയറുന്നു. നമ്മൾ ഹൗസ്
സൈഡിൽ നിൽക്കുന്നതാണ് ആ വീട്ടിലെ ഏട്ടൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയേ. വേറെ ഒന്നല്ല, അവിടെ ചെന്നിട്ട് ആകെ റഷ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊരു സെറ്റ് വന്നില്ല. അപ്പോൾ പിന്നെ ജസ്റ്റ് വീടൊന്ന് കാണിക്കാമെന്ന് കരുതി പുറത്തിറങ്ങിയിട്ട് എടുത്താട്ടോ. ഫുഡൊക്കെ കഴിച്ചിരുന്നു. ഫുഡ് നെയ്ച്ചോറും കടായിയൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് അധികം അവിടെ ആരെയും അറിയില്ല. അറിയുന്ന കുറച്ച് പേരോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് വേഗം പോകുന്നു കേട്ടോ. ഇത് സുമേഷ് ചേട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ. കുഞ്ഞി ചക്കനാണ്, ബോയിയാണ്. അപ്പോൾ ഓനെ കളിപ്പിച്ച് അങ്ങനെ കുറച്ച് കഴിയിരുന്നു. നല്ല ചിരിയൊക്കെ ചിരിക്കും കേട്ടോ. എന്താണ് അപ്പോൾ വീഡിയോ എടുത്തപ്പം ചിരിയൊക്കെ കുറവാണ്. അങ്ങനെ വർത്താനം പറയുന്നുണ്ട് എല്ലാവരും അവനോട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുത്തെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. പോണേ നീ വീട്ടിലോട്ട് എല്ലാരും പോയോ? ഇല്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പൂക്കോട്ടുംപാട് എത്തിയിട്ടോ. വണ്ടി നിർത്തിയിട്ടത് കൊണ്ടാട്ടോ സീറ്റ് ബെൽറ്റ് വെച്ചിട്ടത്. എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞ് വേട്ടൻ പുറത്തോട്ട് ഇറങ്ങിയതാണേ. അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിക്കാമെന്നാണ് കരുതിയത്. തൊട്ടപ്പുറത്ത് നമ്മൾ പാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്ത് കുറേ ബിങ്കോയും ലേസും അതും ഇതും ഒക്കെ തൂക്കിയിട്ടൊരു കട ഉണ്ടായിരുന്നു, ഒരു ബേക്കറി ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് ബിങ്കോ വേണമെന്ന് പറഞ്ഞിട്ട് സായോ ഗ്ലാസ് താത്തുകയാണ്. നല്ല വെയിലായിരുന്നേ. ഒരു 3 മണി 3:30 സമയത്തായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ സാധനമൊക്കെ മേടിച്ച് വന്നു. റംബൂട്ടാനൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പം അത് സായുവിന് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അവൾ അത് വേണമെന്നും പറഞ്ഞിട്ട് അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അത് പൊളിച്ചു കൊടുക്കും ഏട്ടൻ. അപ്പോൾ അവളെ പൊളിച്ച് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓരോന്നൊക്കെ കഴിക്കും. ഇഷ്ടപ്പെട്ടോ റംബൂട്ടാൻ? ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്. എങ്ങനെ സൂപ്പർ എന്ന് പറയും. നമ്മൾ പിന്നെ വീട്ടിലോട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാമെന്ന് കരുതി. അത് വാങ്ങി കുറച്ച് ഫിഷൊക്കെ മേടിച്ച് പോവാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആരും കാണൂല,
ഇൻ കേസ് കണ്ടിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.